ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമായിട്ട് സൂപ്പറായിട്ട് ഇരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് സായിക്ക് ഇഷുവിനും എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു മാളിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വ്യത്യസ്തമായിട്ട് ഗെയിംസും റൈഡേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. അങ്ങനെ നമ്മൾ ഇവിടെ മാളിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഒടുക്കത്തെ തിരക്കാണ്. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കും കാര്യങ്ങളും ഉണ്ട്. കുറേ ടൈമായി ഞങ്ങൾ ഇവിടെ പുറത്ത് തന്നെ നിൽക്കുന്നത്. സംഭവം നേരെ മുന്നിൽ തന്നെയാണ് ഈ മാളുള്ളത്. ഇതിൻ്റെ പേര് ഒത്തൈൻ മാൾ എന്നാണ്. ഇക്കിറ്റൊക്കെ എപ്പോഴും ഇങ്ങനെ കപ്പൽ മാൾ എന്നൊക്കെ പറയണേ കേട്ടോ. അങ്ങനെ നമ്മൾ പക്ഷെ നമുക്ക് ഇതിലൂടെ കയറാൻ പറ്റില്ല. നമ്മൾ നേരെ അതിൻ്റെ ഫ്രണ്ടത്തെ എൻട്രൻസ് കൂടെ നമ്മൾ കയറിയത്. അങ്ങനെ നമ്മൾ എക്സ്കലേറ്റർ കയറാൻ നിൽക്കാം കേട്ടോ. അപ്പോൾ സായിക്കിഷനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ അവരെ കൈ പിടിക്കണമെന്നൊന്നുമില്ല, പക്ഷേ നമ്മൾ പിടിച്ച് നിൽക്കും. കാരണം സായിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അവന് ഈ കോഴികളെ കൂട്ടുന്ന വിട്ടാൽ എന്തായാലും അങ്ങോട്ട് പറന്നങ്ങാണ്ട് അങ്ങോട്ട് ഒന്ന് ഇത് ആക്കി പോകില്ലേ, അതേപോലെയാണ്. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പിടുത്തം കിട്ടില്ല, അങ്ങനെ ഓടിക്കാണ്ടായിരിക്കും. അങ്ങനെ ഒരു ദിവസം ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഇതേപോലെ എസ്കുലേറ്ററിന് അവന് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. മുകൾക്ക് എത്താൻ വേണ്ടിയിട്ട് നല്ല തിരക്കും ഉണ്ടായിരുന്നു. അതിന് അവന് ഫസ്റ്റ് നമ്മൾ അവിടെ നിന്ന് കയറുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അവന് നേരത്തെ കയറി മുകളിലെത്തിയപ്പോൾ ഈ ആൾക്കാരൊക്കെ ഇറങ്ങിയിട്ട് വേണ്ടേ നമുക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇറങ്ങി നോക്കിയപ്പം അവനെ കാണാല്ല. അവന് ഞങ്ങളെ തിരഞ്ഞിട്ട് ഓപ്പോസിറ്റ് ഏതോ സൈഡിൽ കൂടെ അങ്ങനെ തിരഞ്ഞു പോയിട്ടുണ്ട്. പേടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ കരഞ്ഞ് വേറെ ഏതോ സിറിയക്കാരോ അങ്ങനെ ഏതൊക്കെയോ ഭാഷയുള്ള ആൾക്കാർ, എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പോൾ അന്ന് അവന് കുറേ കരഞ്ഞ് പിന്നെ അങ്ങനെ കയ്യിലൊക്കെ കിട്ടിയപ്പം പെട്ടെന്ന് ആ ഒരു ഇതിൽ ഞാൻ ദേഷ്യപ്പെട്ടു കേട്ടോ. പിന്നെ അതിന് ശേഷം അവന് മനസ്സിലായി അങ്ങനെ പെട്ടെന്ന് പോയിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി. അതിന് ശേഷം നമ്മൾ അത്യാവശ്യം നമ്മൾ അടുത്ത് തന്നെ നിൽക്കും കേട്ടോ. ഇതിൽ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ കഴിയും അവന് നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഇങ്ങനെ പതുക്കെ മുന്നോട്ട് ഇങ്ങനെ കയറി പോവും. പക്ഷെ ഇപ്പം അങ്ങനെ അധികം അങ്ങനെ പോവലില്ല. നമ്മളടുത്ത് തന്നെ നിൽക്കൂട്ടോ, ശ്രദ്ധിച്ചിട്ട്. നമ്മളും പരമാവധി 2 പേര് കൈ പിടിച്ചിട്ട് നിൽക്കും. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. അങ്ങനെ പറഞ്ഞ് നമ്മളിപ്പോൾ എവിടെ എത്തി? സത്യം പറഞ്ഞാൽ ബോറടിച്ച് തുടങ്ങിയില്ലേ നിങ്ങൾക്ക്? അപ്പോൾ നമ്മളൊരു 4 എക്സ്ലേറ്ററും കാര്യങ്ങളൊക്കെ ഇപ്പോൾ മുകൾക്ക് നമ്മൾ കയറിട്ടോ. ഇവിടെ താഴെ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ ഫുള്ള് ഷോപ്പിംഗ് ആട്ടോ. ഫുള്ള് ഹൈപ്പർ മാർക്കറ്റും പിന്നെ ഈ ഫാഷൻ സ്റ്റോറും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. നമുക്ക് അങ്ങനെ പർച്ചേസിങ്ങും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് സായിക്ക് ഇഷുവിനും ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിനായിട്ട് വന്നതാട്ടോ. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ടോപ്പിലാണുള്ളത്. അങ്ങനെ നമ്മൾ മുകളിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു ലോകം തന്നെയാണെന്ന് പറയാം. അപ്പോൾ അവിടെ എത്തിയപ്പോൾ തന്നെ കുറേ ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ സായിഷും പറയുന്നുണ്ട് നമുക്ക് എടുക്കാം അത് വേണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു കാർഡ് ആയിരിക്കും കേട്ടോ. ഏറ്റവും കുറഞ്ഞത് 200 റിയാലിൻ്റെ ആയിരുന്നു. അതിൽ 300 പോയിൻ്റ് വെച്ചിട്ടേക്കാറുണ്ടാവും കേട്ടോ. അങ്ങനെ അപ്പോൾ നമുക്ക് വേണ്ട റൈഡിലും ഗെയിംസും കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ നമുക്ക് ഓരോന്നിൽ അതിങ്ങനെ സ്വൈപ്പ് ചെയ്തിട്ട് ചെയ്യേക്കാറ് കേട്ടോ ഒരു കാർഡ്. ഈ ഒരു ഊഞ്ഞാലിൽ കയറാൻ പോവാണ് കേട്ടോ. ഇഷുവിന് ഇതിൽ അലൗഡല്ല. ഇവർ കയറുന്നതിൻ്റെ മുന്നേ ഹൈറ്റും കാര്യങ്ങളും നോക്കും. ഇഷു ഹൈറ്റ് കുറവായ കാരണം അവർക്ക് ഇതിൽ കയറാൻ പറ്റില്ല.
ഇത് കാണുമ്പോൾ തന്നെ അറിയാം അത് അത്യാവശ്യം കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല ഹൈറ്റിൽ നല്ല കറങ്ങുന്നുണ്ട് കേട്ടോ. പക്ഷെ അവന് നല്ല കൂളായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. കാണുന്ന അമ്മക്കായിരുന്നു പ്രശ്നം. കാരണം ഫസ്റ്റ് ടൈം കേട്ടോ അങ്ങനത്തെ റൈഡിലൊക്കെ കയറുന്നവന് അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ ഇറങ്ങി വന്നപ്പോൾ ജായി ഇറങ്ങി കഴിഞ്ഞപ്പോൾ വീണ്ടും അതിൽ തന്നെ അവനക്ക് കയറണം കേട്ടോ. അപ്പം നമ്മൾ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. വേറെ ഇതിൽ കയറ്റി ഇതിലും ഇഷുവിന് അലൗഡ് അല്ല, അപ്പോൾ അവൾക്ക് വേറെ ഇതിൽ കയറാം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുക. അവളെ എടുത്തിട്ട് ഇങ്ങനെ ഇത് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒരു കുതിരൻ്റെ ഇത് പുറത്ത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇഷുവിനാണ് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഇഷുബേബിൻ്റെ കുതിര സവാരിയൊക്കെ കഴിഞ്ഞാണ്ട് ഇവിടെ ഒരു ഗെയിം കളിക്കുന്നത് കാണണം കേട്ടോ. ഇതിൽ 3 ബലൂൺ ഉണ്ട്. അതിങ്ങനെ പൊട്ടിച്ച് കഴിഞ്ഞാൽ ആ 3 പൊട്ടി കഴിഞ്ഞാൽ ഇതിൽ നിന്നൊരു നമുക്ക് ഗിഫ്റ്റ് എടുക്കാം കേട്ടോ, ഗിഫ്റ്റ് കിട്ടും. പക്ഷെ അതിൽ ആര് കളിച്ചാലും 3 പൊട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ ഇവർക്ക് 2 പേർക്കും ഇരിക്കാൻ പറ്റിയ ഒരു കാറിൻ്റെ ഇതുണ്ടായിരുന്നു കേട്ടോ, റൈഡ്. പക്ഷേ അതിൽ ജായിക്ക് കാലെത്തിയിട്ടുണ്ടായില്ല. അവർ പറഞ്ഞു ഇതിന് പറ്റൂല എന്നൊക്കെ. പിന്നെ ഞാൻ നിർബന്ധിച്ചപ്പോൾ അങ്ങനെ കയറ്റി. ബാക്കിയുള്ള പിള്ളേരൊക്കെ ഓടിക്കുന്നുണ്ടായിരുന്നു. ജായി കുറേ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ കഴിയുന്നില്ല. അവന് കാല് എത്തുന്നില്ല കേട്ടോ. ആക്സിലേറ്ററുമൊക്കെ കാല് കുറേ ശ്രമിച്ച് നോക്കുന്നുണ്ട്, പക്ഷെ കഴിയുന്നില്ല. അവരൊരു ഇഷ്ടത്തിന് അവിടെ ഇങ്ങനെ ഇരുന്നു. പിന്നെ ടൈം കഴിഞ്ഞപ്പോൾ നീച്ചു പോന്നു. പിന്നെ ഇതേപോലെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. ഇതിൽ വിഷുവിന് അത് വേണമെന്ന് പറയും ജായിക്കത്, പക്ഷേ ഇത് കിട്ടിയില്ല. അത് 25 റിയാലോ, ഇത് ക്യാഷാണ് കേട്ടോ പോവാം. ഇത് നമ്മൾ കാർഡ് എടുത്തില്ലേ, അതും ഇതിൽ ഒന്ന് സ്വൈപ്പ് ചെയ്തിട്ട് ചെയ്യായിരിക്കും. അത് ഒറ്റ പ്രാവശ്യം ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമുക്കത് പോകും. ജായി കുറേ പറയുന്നുണ്ട് വേണം എന്നിങ്ങനെ പറയുന്നുണ്ട്, പക്ഷെ നമുക്കത് കിട്ടിയില്ല. അങ്ങനെ രണ്ടാളും ഒരു റൈഡുമ്പോൾ കയറി ഇരുന്നിട്ടുണ്ട് കേട്ടോ. ജായിക്ക് എല്ലാത്തിലും കയറണം. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ കൂടുതൽ അറിയൊന്നുമില്ല. പക്ഷെ എന്നാലും അവൻ്റെ പരമാവധി ശ്രമിച്ചു നോക്കുന്നുണ്ട്. അങ്ങനെ ഗെയ്സ് ഇവർക്ക് ജായിക്ക് ഇഷുവിനും കയറാൻ പറ്റിയ ഒരുമിച്ച് കണ്ട് കയറാൻ പറ്റിയൊരു റൈഡിലാട്ടോ ഇപ്പോൾ ഇരുന്നിട്ടുള്ളത്. ഇതിൽ അവരെന്നെ സീറ്റ് ബെൽറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ടൈമിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ, കാരണം ഇതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചിട്ടാവും. അപ്പോൾ അവർ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ നമ്മൾ നോക്കുന്നുണ്ട്. അവിടെ തന്നെ അല്ലേ പോയിക്കണോ എന്നൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. ജായി ഇതുപോലത്തെ ടോയ്സിൻ്റെ ഇതിൽ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇങ്ങനെ ഇതാക്കുന്നുണ്ട് കേട്ടോ. ഇക്കാനെ വിളിക്കുന്നുണ്ട് എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ട 2-3 ഇതിൽ നോക്കിയപ്പോൾ പറ്റുന്നില്ല കേട്ടോ. പിന്നെ ഇന്നിങ്ങനെ നമ്മൾ ഒരു ഇതിന് ടോയ്സിന് 25 റിയാൽ വെച്ചിട്ടാണ്
പോവാം. പിന്നെ നമുക്ക് ഈ കാർഡ് ഉണ്ടല്ലോ, അത് നമുക്ക് പിന്നെയും 6 മാസം വരെ വാലിഡിറ്റി ഉണ്ട്. നമുക്ക് അതിൻ്റെ ഉള്ളിൽ എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഗെയിം ചെയ്യാട്ടോ, കളിക്കാനും ഇതിനൊക്കെ അതിൽ കാർഡ് യൂസ് ചെയ്യാം. അപ്പോൾ ഗെയ്സ് ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിട്ട് റൈഡും ഗെയിംസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. കുട്ടികളോട്ട് വന്നാൽ സമയം പോകുന്നതേ അറിയൂല. സായി കുഷനൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് നമ്മൾ കുറേ ഇതുപോലത്തെ ജെല്ലി മിഠായികൾ ഉണ്ടായിരുന്നു കേട്ടോ. അതിന് എല്ലാത്തിനും നമ്മൾ 2 പീസ് വെച്ചിട്ട് എടുത്തു. ഞാൻ ലാസ്റ്റ് നമ്മൾ താഴെ ഇറങ്ങിട്ടോ, പുറത്ത് പോകാതെ ഇനി ഭക്ഷണമൊക്കെ കഴിക്കേണ്ട ഒരു ഇതിൽ പോവാണ്. ഇതിന് നേരെ ഓപ്പോസിറ്റ് തന്നെ ഷവർമ ഹൗസ് ഉണ്ട്, അവിടെ കയറാമെന്നാണ് കേട്ടോ കരുതിയിട്ടുള്ളത്. ഇവിടുത്തെ ആംബിയൻസ് അടിപൊളിയാണ് കേട്ടോ. ബാച്ചിലേഴ്സിന് താഴെയും മുകളിൽ ഫാമിലീസിനും. പക്ഷേ നല്ല തിരക്കവും. എന്നാൽ തന്നെ നമ്മൾ വന്ന ടൈമിൽ തിരക്ക് കുറവാണ്. ഒരു 1:30 ഒക്കെ സമയമായി തൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഇരുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മൾ പോയ ഒത്തൈം മാളുള്ളത്. ഞാൻ പറഞ്ഞില്ലേ അതൊരു കപ്പൽ ഷേപ്പിലാണെന്ന്. അത് നമുക്ക് ഇവിടെ ഇരുന്നാൽ ശരിക്കും കാണാൻ കഴിയും കേട്ടോ. അങ്ങനെ ഇതാ ഒരു നീണ്ട കാത്തിരിപ്പിന് ശേഷം ഫുഡ് എത്തിയിട്ടുണ്ട് കേട്ടോ. എന്താ പറയുക, ഇവിടുത്തെ ബ്രോസ്റ്റ് നല്ല ക്രിസ്പിനെസ് ആവും കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ അധികം ഇവിടുന്ന് തന്നെയാണ് ബ്രോസ്റ്റ് കഴിക്കാറ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.